ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. ജൂലൈ 28-ാം തീയതിയാണ് പരീക്ഷ. മറ്റ് കാലാവസ്ഥയുടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അന്ന് തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സെറ്റ് ഫിസിക്സ് വളരെ വലിയൊരു സിലബസാണ്. അത്യാവശ്യം നല്ല സിലബസും ഉണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. പഠിച്ചു തീർക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്, മുഴുവൻ പഠിച്ചു തീർക്കാനും കുറേ സമയം ആവശ്യമാണ്. പിന്നെ പഠിച്ചാലും ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. എൻ്റെ പിള്ളേരൊക്കെ എപ്പോഴും പറയുന്നത് കേൾക്കാം, പഠിക്കുന്നുണ്ട് പക്ഷേ മറന്നു പോകുന്നില്ല. ഞാൻ ലൈവ് ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കും. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പം ഈ ഇക്വേഷൻ എന്താ, പ്രോബ്ലം ചെയ്യുമ്പോഴേ അതിൻ്റെ ഫോർമുല എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കാര്യം അവരോട് പഠിച്ചിട്ട് വരാൻ പറയുന്നതാണെങ്കിൽ പോലും അവരത് മറന്നു പോകും. അപ്പോൾ അവരോട് ചോദിക്കും എന്തുകൊണ്ട് ഈ മറക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് പഠിച്ചതാണ് സാറേ, ഇത് മറന്നു പോവുക. അപ്പം മറക്കാനുള്ള സാധ്യത ഇതിനുണ്ട്. അത് അവരുടെ ആരുടെയും തെറ്റല്ല, അവരുടെ തെറ്റല്ല, എൻ്റെ തെറ്റല്ല. അത് നമുക്ക് പഠിക്കുന്നതനുസരിച്ച് ഇത് മറന്നു പോയിക്കൊണ്ടിരിക്കും. അത് ഇതിന് മാത്രമല്ല കേട്ടോ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ പഠിക്കുന്നത് മറന്നു പോകും. നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിച്ചവരാണ്, BEd ഒക്കെ പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള മെമ്മറിയാണ്. നമ്മൾ പഠിക്കുന്നതൊക്കെ ടെമ്പററി ആയിട്ടുള്ള മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും അവിടുന്ന് പതിയെ ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ഞാനിപ്പം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ടത് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചലഞ്ചസ് പലതാണ്. പഠിച്ചു തീർക്കാൻ കുറേ ഉണ്ട്, പഠിക്കുന്നത് മറന്നു പോകുന്നു, പിന്നെ ബാക്കി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതിൻ്റെ പ്രഷർ അതിൻ്റെ വഴിക്ക്, കുടുംബത്തിൻ്റെ പ്രഷർ വേറൊരു വഴിക്ക്, ഇങ്ങനെ പല 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 പ്രശ്നങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഷ്ടി ഒരു 60 ദിവസം അല്ലേ നമുക്ക് കാണും. ഇപ്പോൾ ഈ 60 ദിവസത്തെ എയിം ചെയ്തുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ 60 ഡേ ക്രാഷ് ബാച്ചുമായിട്ട് നിങ്ങൾ മുമ്പിലോട്ട് വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ 60 ദിവസം കൊണ്ട് വല്ലതും നടക്കുമോ, ഈ CC കാർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ നിങ്ങൾ പലരും ചിന്തിക്കുന്നതാണ്. പക്ഷേ ഈ 60 ദിവസം കൊണ്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ നമുക്ക് സെറ്റ് പരീക്ഷ വളരെ നന്നായിട്ട് വിജയിക്കാനായിട്ട് പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, സെറ്റ് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സെറ്റ് പരീക്ഷ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന് 200 മാർക്ക് കിട്ടിയോന്നൊന്നും ആരും നോക്കാൻ പോരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ ഒരു തർക്കമൊന്നും വേണ്ട. ഇതിൻ്റെ റാങ്ക് ഒന്നും ആർക്കൊന്നും അറിയേണ്ട കാര്യം പോലുമില്ല, റാങ്ക് ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ 60 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ സമയം നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറായിരിക്കണം. ദിവസം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് വിജയിക്കാനായിട്ട് പറ്റും. പിന്നെ പല രീതിയിലുള്ള ആൾക്കാരാണ് ഈ പരീക്ഷ എഴുതുന്നത്. ഞാൻ മുമ്പിലുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലുള്ള ആൾക്കാർ. ആദ്യമായിട്ട് എഴുതുന്നവർ കാണും. ആദ്യമായിട്ട് എഴുതുന്നവരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ PG കഴിഞ്ഞ് ഉടനെ എഴുതുന്നവരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് PG കഴിഞ്ഞിട്ടുള്ള അധികം ടച്ച് വിട്ടു പോകാതെ 2 വർഷത്തെ ഗ്യാപ്പേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല. പിന്നെ ഗ്യാപ്പ് ഇട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടാവും. അപ്പം PG കഴിഞ്ഞിട്ട് ഒരു 15 വർഷം അല്ല 10 വർഷം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെ അങ്ങനെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആദ്യം കുറച്ചൊരു പ്രയാസം കാണും. ഒരു 5-6 ദിവസം ഒരു പ്രയാസം കാണും, ഒരാഴ്ച കൂടിപ്പോയാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ. ആ തുരുമ്പ് പിടിച്ച എഞ്ചിനൊക്കെ ഒന്ന് പ്രവർത്തിച്ച് വരണ്ടേ, അതിൻ്റെ പ്രശ്നം മാത്രം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ട്രാക്കിലായിക്കോളും. അതുകൊണ്ട് ഈ ഒരാഴ്ച ആ ഒരു ഇനേർഷ്യ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓക്കെയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം. ആ ഒരാഴ്ച കടന്നു പോകാൻ ചില പാടാണ്. പഠിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ഇത് എന്താണ് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ പഠിച്ച കാര്യം തന്നെയാണോ, ഞാനിതൊക്കെ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്കുണ്ടാവും. കാരണം അവർ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, ഭൂരിപക്ഷം ആൾക്കാർ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ്. അവർക്ക് പ്രൊമോഷന് വേണ്ടി ട്രാൻസ്ഫറിന് വേണ്ടിയൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സിലബസുമായിട്ട് യാതൊരു ബന്ധവും കാണുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഈ ഒരാഴ്ചക്കാലം നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും സാവധാനം നിങ്ങൾ ഈ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം പിക്കപ്പ് ചെയ്യാനും എല്ലാം ഓർത്ത് വെക്കാനും നന്നായിട്ട് പോയി പരീക്ഷ എഴുതാനും പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ 60 ദിവസം കൊണ്ട് ഈ തന്നിരിക്കുന്ന സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അല്ല. ഓരോ വേർഡ് ബൈ വേർഡ് എടുത്താലും ഓരോ വേർഡ് ഓരോ വലിയ ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. അപ്പം അത്രയും ഒന്നും സിലബസ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല ഈ 60 ദിവസം കൊണ്ട്.
അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ സിലബസ് നമ്മുടേതാക്കി മാറ്റാം? നമ്മുടെ സിലബസ് ഇത് LBS സെൻറ്റർ തന്നിരിക്കുന്ന സിലബസാണ്. ഇപ്പോൾ LBS സെൻറ്ററിൻ്റെ സിലബസ് നമുക്ക് വേണ്ട. നമുക്ക് 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏകദേശം 9 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 9 മോഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 9 മോഡ്യൂളുകളിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ തന്നിരിക്കുന്നത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്. ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് വെക്ടർ കാൽക്കുലസ് പഠിക്കുക. വെക്ടർ കാൽക്കുലസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് വെക്ടർ കാൽക്കുലസിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. വെക്ടർ കാൽക്കുലസ് പഠിച്ചിട്ട് പോകാം, അത് ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ലീനിയർ ആൾജിബ്ര പഠിക്കണം. ലീനിയർ ആൾജിബ്ര പഠിക്കണം. മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഡിറ്റർമിനൻസ്, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതും ആയി, ലീനിയർ ആൾജിബ്ര ആയി. അപ്പോൾ ഇതിനകത്തുനിന്ന് വെക്ടർ കാൽക്കുലസ് നിങ്ങൾക്കറിയാം. ഇതിനകത്തുനിന്ന് മെട്രീസസ്, ടൈപ്സ് ഓഫ് മെട്രീസസ് ഉണ്ട്, പിന്നെ ഡിറ്റർമിനൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ലീനിയർ ആൾജിബ്ര കഴിഞ്ഞു. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഫോറിയർ സീരീസ് ഒന്ന് നോക്കുക. ഫോറിയർ സീരീസ്, അതിനകത്തുനിന്ന് ഒരു ചോദ്യം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഫോറിയർ സീരീസൊക്കെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. 1 മണിക്കൂർ പോലും വേണ്ട ഫോറിയർ സീരീസ്. പിന്നെ ട്രാൻസ്ഫോംസ് പഠിക്കണം. ഫോറിയർ ട്രാൻസ്ഫോമും ഉണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോമും ഉണ്ട്. ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്, അത് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുക. ഇപ്പോൾ കോംപ്ലക്സ് അനാലിസിസിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് റെസിഡ്യൂസ്. കോംപ്ലക്സ് അനാലിസിസിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനലിറ്റിസിറ്റി ഒക്കെ പഠിക്കുക. അതിനു മുമ്പ് നിങ്ങൾ അനലിറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് അനലിറ്റിസിറ്റി കാൽക്കുലേറ്റ് കണ്ടുപിടിക്കുന്നത്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്നെങ്ങനെ പ്രൂവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അപ്പം അനലിറ്റിസിറ്റി പഠിക്കുക. ഇതൊക്കെ ദിവസം എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, മണിക്കൂറുകൾ മാത്രമാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അനലിറ്റിസിറ്റി. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ടൈലർ സീരീസ് ആൻഡ് ലോറൻസ് സീരീസ്. പിന്നെ റെസിഡ്യൂസ് ആൻഡ് പോൾസ്. പിന്നെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. ഇത്രയുമാണ് നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കേണ്ടത്. ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ കൂടിപ്പോയാൽ ഇത് ഒരു ദിവസം 2, 3, 4, 5 ഒരാഴ്ച എടുക്കുമെന്ന് കരുതിക്കും. 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. ഇത്ര നിങ്ങൾ പഠിച്ചാൽ മതി മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ. എന്നിട്ട് ഇതിനകത്ത് നിന്നുള്ള പ്രോബ്ലംസ് പരമാവധി ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം? ഏറ്റവും ആദ്യം നിങ്ങൾ ഇവിടെ സിലബസിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കേണ്ടത് ലഗ്രാഞ്ചിയൻ ഫോർമലിസം.
ഈ ലഗ്രാഞ്ചിയൻ ഫോർമുലിസത്തിൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിക്കുക. ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ, പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എൽ, കൺസ്ട്രക്ഷൻ ഓഫ് ലഗ്രാഞ്ചിയൻ ഫോർ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. പല പല സിസ്റ്റങ്ങളുണ്ടല്ലോ, സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് പെൻഡുലം, ഡബിൾ പെൻഡുലം, അങ്ങനെ അങ്ങനെ പല, പിന്നെ അതുപോലെ തന്നെ പല സിസ്റ്റങ്ങൾ നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ എല്ലാം ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ലഗ്രാഞ്ചിയൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈക്ലിക് കോർഡിനേറ്റ് എന്താണ്, സൈക്ലിക് കോർഡിനേറ്റ്, ഇത്രയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ ഫോർമുലിസം കഴിഞ്ഞു. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഹാമിൽട്ടോണിയൻ ഫോർമുലിസമാണ്. ഹാമിൽട്ടോണിയൻ ഫോർമുലിസം. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഫോർമുലിസത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഹാമിൽട്ടോണിയൻ തന്നു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാനും, ലഗ്രാഞ്ചിയൻ തന്നു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനുമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഹാമിൽട്ടോണിയൻ തന്നു കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാനും, ലഗ്രാഞ്ചിയൻ തന്നു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് പറ്റും. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യെസ് ഹാമിൽട്ടോണിയൻ അത് കഴിഞ്ഞു. പിന്നെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുക. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുക. കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുക. കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ്, അതിനകത്തുനിന്ന് ഒത്തിരി പ്രോബ്ലംസ് വരുന്നതാണ് കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് സ്മോൾ ഓസിലേഷൻസ്, സ്മോൾ ഓസിലേഷൻസും പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും മതി. ക്ലാസിക്കൽ മെക്കാനിക്സിൽ 60 ദിവസം കൊണ്ട് നിങ്ങളിത് പഠിച്ചാൽ മതി. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് കൂടി പോയാൽ ഒരാഴ്ച എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈവ് ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രോബ്ലം ആൻഡ് അസോസിയേറ്റഡ് തിയറി, പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ തിയറി നമ്മൾ സ്വാഭാവികമായിട്ടും ഡിസ്കസ് ചെയ്തു പോകുന്നു എന്ന് മാത്രം. അപ്പം കംപ്ലീറ്റ് പ്രോബ്ലം മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലാസിക്കൽ മെക്കാനിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ട് കളയരുത് കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കേണ്ടത്, പിന്നെ അടുത്തത് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആദ്യം ഈ കോർ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമായി. ക്ലാസിക്കൽ, ക്വാണ്ടം, മാത്തമാറ്റിക്കൽ, ഇലക്ട്രോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസമായി. പിന്നെ ബാക്കി പാർട്ട് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസാണ് ബാക്കിയുള്ളത് വരുന്നത്. സോ അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പഠിക്കേണ്ടത് വേവ് ഫംഗ്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. വേവ് ഫംഗ്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സാര നോർമലൈസേഷനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു വേവ് ഫംഗ്ഷൻ തന്നിട്ട് അത് നോർമലൈസ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കണം, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വേവ് ഫംഗ്ഷൻ, അതിനകത്ത് എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചു വെച്ചോണം. അപ്പം നോർമലൈസേഷൻ, expectation values, probability calculation, probabilities, ഇതൊക്കെ ഈ വേവ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, രണ്ടാമത് പഠിക്കേണ്ടത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. Schrodinger equation and applications. Schrodinger equation and its applications. അപ്പോൾ അവിടെ നമ്മുടെ 1 dimensional ബോക്സ് പ്രോബ്ലം,
ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇനി പഠിക്കണം 1 ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം, 1D ബോക്സ്, ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഹൈഡ്രജൻ ആറ്റം, അത്രയും പഠിച്ച് അതുകൂടെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ടത് പിന്നെ പ്രധാനമായിട്ട് കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്ര ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്ര. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും നിങ്ങൾ പഠിക്കണം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ പഠിക്കാൻ ദിവസങ്ങളൊന്നും എടുക്കുകയൊന്നും വേണ്ട. ഏതാനും ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചു തീർക്കാൻ പറ്റും കേട്ടോ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ നിങ്ങൾ എടുക്കുക കേട്ടോ. പക്ഷേ അതൊന്നും ക്ലാസ്സിൽ കേൾക്കുന്നൊന്നും കളയരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അത്രയും ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്രയാണ്. ആംഗുലാർ മൊമെൻറ്റം ആൾജിബ്ര നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചോണം. കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്രയും ആംഗുലാർ മൊമെൻറ്റം ഓൾജിബ്രയും വളരെ ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് രണ്ടുപേരെ ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇരട്ടി അധ്വാനം ഒഴിവാക്കാം. സോ കമ്മ്യൂട്ടേറ്റർ ഓൾജിബ്ര പഠിച്ചു, ആംഗുലാർ മൊമെൻറ്റം ഓൾജിബ്ര പഠിച്ചു. ഈ ആംഗുലാർ മൊമെൻറ്റം ഓൾജിബ്രയിലാണ് സ്പിന്നൊക്കെ വരുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പിന്നെ പഠിക്കേണ്ടത് പെർട്ടർബേഷൻ തിയറിയാണ്. പെർട്ടർബേഷൻ തിയറി ആണെങ്കിലും ജസ്റ്റ് ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ പഠിച്ചാൽ മതി. കാൽക്കുലേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ എനർജി, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ, അതൊക്കെ അത് പഠിക്കുക. കാരണം അത് എക്സ്പെക്റ്റേഷൻ വാല്യൂവായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു ഭാഗം ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. പിന്നെ WKB അപ്രോക്സിമേഷനൊക്കെ നമ്മുടെ വേരിയേഷണൽ പ്രിൻസിപ്പിൾ WKB അപ്രോക്സിമേഷൻ അത് വായിച്ചാൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. WKBയിൽ നിന്ന് വേരിയേഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് നിങ്ങൾക്ക് തിയറി പാർട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ JJ സക്കുറായി അല്ലെങ്കിൽ നൂറുദ്ദീൻ സെറ്റിലി അവരുടെയൊക്കെ ബുക്കുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഒരാഴ്ച കൊണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പരിപാടി നമുക്ക് തീർക്കാം. ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ് ഇത്രയും പഠിക്കുക. ഒരാഴ്ച തോറും വേണ്ടാന്ന് തോന്നുന്നു. ഒരു 5 ദിവസമോ 4 ദിവസമോ കൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തീർക്കും. ഒരാഴ്ച ഒന്നും വേണ്ട. ഒരാഴ്ച എന്ന് പറയുമ്പോൾ കുറേ റിലാക്സ് ചെയ്യേണ്ട സമയം ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ചയൊന്നും വേണ്ട, 4 ദിവസം മതി ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തീർക്കാൻ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ കഴിഞ്ഞു. സോ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 60 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ മാസം നടക്കുന്ന സെറ്റ് നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റിസൾട്ടൊക്കെ വളരെ മികച്ച റിസൾട്ടായിരുന്നു. കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര വലിയ നല്ല റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അടുത്ത തവണയും ആ റിസൾട്ട് പോലെ തന്നെ, അത് നമുക്കൊരു ചലഞ്ചാണ്, ആ ഒരു റിസൾട്ട് പോലെ തന്നെ അതിനേക്കാൾ മികച്ച ഒരു റിസൾട്ട് നമുക്ക് കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു ചലഞ്ചിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക, അടുത്ത സെറ്റ് നിങ്ങളുടേതായി മാറ്റുക. ഓക്കെ. സോ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലും ഒക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. സോ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് കഴിഞ്ഞാൽ നാലാമത്തേത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് പഠിച്ചു വെച്ചോണം. പിന്നെ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസും അതിനോട് തന്നെ ബന്ധപ്പെട്ടാണ്
മാക്സ്വെൽസ് റിലേഷൻസ്. നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സിലെ മാക്സ്വെൽസ് റിലേഷൻസ് അല്ല, തെർമോഡൈനാമിക്സിലും മാക്സ്വെൽസ് റിലേഷൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? സോ മാക്സ്വെൽസ് റിലേഷൻസ് അതും പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എൻസെമ്പിൾ തിയറിയാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എൻസെമ്പിൾ തിയറി. അതിനകത്ത് നിന്ന് മൈക്രോ കാനോനിക്കൽ, ഗ്രാൻഡ് കാനോനിക്കൽ എൻസെമ്പിളുകൾ പഠിക്കുക. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് നിങ്ങൾ പാർട്ടീഷൻ ഫങ്ഷൻ. ഇപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള സർവ്വ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ എനർജീസ് കാൽക്കുലേറ്റ് ചെയ്യാം, എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാം, എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോൾസ്മാൻസ് റിലേഷൻസ് S=KB log ഒമേഗ അതും നിങ്ങൾ പഠിച്ചു വെച്ചോണം. അതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻസുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ. പിന്നെ പാർട്ടീഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോഴാണ് ഫ്രീ എനർജി ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ്. ഫ്രീ എനർജി അതും അതിൻ്റെ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, അതും തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാം. F=U - TS, DF -SDT -PdV, ഇങ്ങനത്തെ ഒത്തിരി റിലേഷൻസ് നമ്മൾ പഠിക്കുന്നതാണ്. ആ റിലേഷൻസ് എല്ലാം പഠിച്ചു വെച്ചോണം കേട്ടോ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അഞ്ചാമത്തേതായിട്ട് പഠിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ, ക്വാണ്ടം ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസും എല്ലാം പഠിച്ചു വെച്ചോണം കേട്ടോ. ബോസ്-ഐൻസ്റ്റീൻ, ഫെർമി, ഡിറാക്ക്, മാക്സ്വെൽ, ബോൾട്സ്മാൻ മൂന്നും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻസിൽ മാക്സ്വെൽ, ബോൾട്സ്മാൻ, പിന്നെ ഫെർമി, ഡിറാക്ക്, മൂന്നാമത് ബോസ്-ഐൻസ്റ്റീൻ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അവിടെ തീർന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോഡൈനാമിക്സിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ +2 മുതൽ പഠിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക. ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ മുതൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുക. രണ്ടാമത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞു. സോ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മാക്സ്വെൽസ് റിലേഷൻസ് ആണ്. മാക്സ്വെൽസ് റിലേഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ലീനിയർ ഫോം ഓഫ് മാക്സ്വെൽസ് റിലേഷൻസ് ഒക്കെ പഠിച്ചോണം. ഇവിടെ ലീനിയർ ഫോം ഒക്കെ പഠിക്കണം. ലീനിയർ ഫോം, ബൗണ്ടറി കണ്ടീഷൻസ്, ഇതൊക്കെ മാക്സ്വെൽസ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാക്സ്വെൽസ് റിലേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡൈലക്ട്രിക്സ് ഒന്ന് നോക്കുക. പിന്നെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചകളോ മാസങ്ങളോ എടുത്തൊന്നും പഠിക്കരുത് കേട്ടോ. മണിക്കൂറുകൾ മാത്രം എടുക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്രയാണ് നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രോഡൈനാമിക്സിൽ നിങ്ങൾ പിന്നെ മാക്സ്വെൽസ് റിലേഷൻസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ്,
മാക്സ്വെൽ ഗേജ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കണം. ഗേജ് ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഗേജ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കുക. ദെൻ ഗേജ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കുക. പിന്നെ സ്കേലാർ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽസ്. കാരണം which of the following vector potential give you the magnetic field B is equal to B0, okay, constant magnetic field എന്നൊക്കെ പറഞ്ഞ് which of the following gives you the constant magnetic field in Z direction എന്നൊക്കെ പറഞ്ഞ് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ B is equal to del cross A, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. E is equal to മൈനസ് del phi മൈനസ് ഡോ എ ബൈ ഡോ ടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവുക, അതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പഠിക്കാനുള്ളത്. ദിസ് ഈസ് 6th one 7th one അങ്ങനെ നിങ്ങൾ എഴുതിക്കോളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5 പേപ്പറുകൾ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ കോർ ഫിസിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് 60 ദിവസത്തിലെ നിങ്ങൾക്കൊരു എന്താണ് ഒരു 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ 5 പേപ്പറുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 20 ദിവസം മതി. ഓരോ പേപ്പറിന് 4 ദിവസം വെച്ച് കൊടുത്താലും മതി. 20 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ ഇതിനകത്തുനിന്ന്. ലോങ് ടേം ആയിട്ടുള്ളവരെ കൂടുതൽ പഠിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മാസ്റ്റേഴ്സ് ആകുക എന്നുള്ളതല്ല. മാസ്റ്റേഴ്സ് ആകുക എന്ന് ഉദ്ദേശിക്കുന്നവർ ലോങ് ടേം ബാച്ചുകാരാണ്. അപ്പോൾ അവരെ കോൺസെപ്ച്വലി നമുക്ക് കവച്ച് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 60 ദിവസം കൊണ്ട് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൻ്റെ മാസ്റ്റേഴ്സ് ആകുക എന്നുള്ളത് നിങ്ങൾക്ക് നടക്കുന്ന കാര്യമല്ല. നടത്താൻ പറ്റുന്ന വാഗ്ദാനമേ ഞാൻ തരാറുള്ളൂ. എനിക്കതേ അറിയത്തുള്ളൂ. അപ്പം മാർക്കറ്റിംഗ് ടെക്നിക്കൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ഗ്യാരണ്ടിയാണ്. ക്ലിയർ? സോ ഇനി നമുക്ക് 6ാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ് ആണ്. അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്. ഈ അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത് കപ്ലിംഗ് സ്കീമുകൾ ആദ്യം പഠിക്കുക. കപ്ലിംഗ് സ്കീംസ്, LS കപ്ലിങ്, JJ കപ്ലിങ് പഠിക്കുക. പിന്നെ രണ്ടാമതായിട്ട് സീമാൻ സ്റ്റാർക്ക് പാഷൻ ബാക്ക് എഫക്റ്റ്. സീമാൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് പാഷൻ ബാക്ക് എഫക്റ്റ് പഠിക്കുക. പിന്നെ മൂന്നാമതായിട്ട് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് NMR സ്പെക്ട്രോസ്കോപ്പി. പിന്നെ ഫ്രാങ്ക് കോഡൺ പ്രിൻസിപ്പിൾ. ഫ്രാങ്ക് കോഡൺ പ്രിൻസിപ്പിൾ പഠിക്കുക. പിന്നെ അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോണിക് റൊട്ടേഷണൽ വൈബ്രേഷണൽ സ്പെക്ട്ര. ഇലക്ട്രോണിക് റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ സ്പെക്ട്ര. വൈബ്രേഷണൽ സ്പെക്ട്ര പഠിക്കുക. പിന്നെ രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുക. രാമനൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുക. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ റൂളുകൾ പഠിക്കണം. അത് ഓർത്തിരിക്കുകയും വേണം. സെലക്ഷൻ റൂൾസ്, കാരണം പ്രോബ്ലം ചെയ്യാനായിട്ട് അത് ആവശ്യമുണ്ട്. സോ സെലക്ഷൻ റൂൾസ് പഠിക്കുക. പിന്നെ എട്ടാമതായിട്ട് നിങ്ങൾ ലേസറുകൾ പഠിക്കുക. അപ്പം ലേസർ ഒപ്റ്റിക്കൽ പമ്പിങ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, പിന്നെ റേറ്റ് ഇക്വേഷൻ, കൊഹിറൻസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻറ്റുകൾ, അതൊക്കെ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. അപ്പം ലേസറുകളും പഠിക്കുക. ഇതും ഒരു 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. 5 ദിവസം വേണ്ട, 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കപ്ലിംഗ് സ്കീമുകളൊക്കെ എന്ത് പഠിക്കാനാണ്? വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാം. ഇത് ഇത്രയും ഭാഗം 3 എണ്ണം ഒരു ദിവസം പഠിക്കാം. ഇത് 3 എണ്ണം ഒരു ദിവസം പഠിക്കാം. അപ്പം 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും ഭാഗം പഠിക്കാൻ ദിവസങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പം അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്
ദെൻ നെക്സ്റ്റ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. അതുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, പ്രോബ്ലവും ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ. പ്രോപ്പർട്ടീസ് ഓഫ് എ ന്യൂക്ലിയൈ അതിനകത്ത് സൈസ്, ഷേപ്പ്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സ്പിൻ ആൻഡ് പാരിറ്റി, R=R0a⁴1/3 ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ ഇല്ല, അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, പ്രതീക്ഷിക്കാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്, പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബൈൻഡിങ് എനർജി ആൻഡ് സെമി എംപിരിക്കൽ ഫോർമുല. ബൈൻഡിങ് എനർജി ആൻഡ് സെമി എംപിരിക്കൽ ഫോർമുല. സെമി എംപിരിക്കൽ ഫോർമുല, ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ ഫോർമുല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ, അപ്പോൾ അതും കൂടെ പഠിക്കുക. പിന്നെ നിങ്ങൾ മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഷെൽ മോഡലാണ്. ഷെൽ മോഡൽ, പിന്നെ മാജിക് നമ്പേഴ്സ്. മാജിക് നമ്പേഴ്സ്, ഷെൽ മോഡൽ എന്താണ്, മാജിക് നമ്പറുകൾ എങ്ങനെയാണ് മാജിക് നമ്പറുകൾ ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. എന്തൊക്കെയാണ് മാജിക് നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കാമല്ലോ കേട്ടോ. ഏതൊക്കെ ഷെല്ലുകളിലാണ്, ഏതൊക്കെ ഷെൽ ക്ലോഷറുകളിലാണ് മാജിക് നമ്പറുകൾ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പം മാജിക് നമ്പേഴ്സും കൂടെ പഠിക്കുക. ദെൻ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് നാലാമതായിട്ട് ആൽഫ ബീറ്റ ഗാമ എമിഷൻ. ആൽഫ ബീറ്റ ഗാമ എമിഷൻ, ആൽഫ ബീറ്റ ഗാമ എമിഷൻ. പിന്നെ അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ്. പാർട്ടിക്കിൾ ഫിസിക്സിലേക്ക് കയറുക. എലമെൻ്ററി പാർട്ടിക്കിൾസ്, എലമെൻ്ററി പാർട്ടിക്കിൾസ് ആൻഡ് അതിൻ്റെ ക്ലാസസ്. എന്തൊക്കെ ക്ലാസ്സസ് ആണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ഒറ്റ പേപ്പർ, ഒറ്റ ചാർട്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഫിസിക്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുക. ഏതൊക്കെ പാർട്ടിക്കിളാണ്, അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെ, ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എലമെൻ്ററി ഓരോ പാർട്ടിക്കിൾ പഠിക്കുമ്പോഴും അതിൻ്റെ ചാർജ്, പാരിറ്റി, സ്പിന്ന്, ഐസോസ്പിന്ന്, തേർഡ് കമ്പോണൻ്റ് ഓഫ് ഐസോസ്പിന്ന്, പിന്നെ സ്ട്രെയിഞ്ച്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ ഓരോ എലമെൻ്ററി പാർട്ടിക്കിളിനും നമുക്ക് അത് ആവശ്യമാണ്. സോ അതുകൊണ്ട് പാർട്ടിക്കിൾ ഫിസിക്സ് അത്രയും ചെയ്യുക. സോ അത്രയുമാണ് നമുക്ക് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം 26 ദിവസമായി. 26 ദിവസം കൊണ്ട് നമ്മൾ 7 പേപ്പറുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം 20 ദിവസം കൊണ്ട് 5 പേപ്പറുകൾ, പിന്നെ 6 ദിവസം കൊണ്ട് 7 പേപ്പറുകളായി കേട്ടോ. 26 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും 7 പേപ്പറുകൾ പഠിച്ചു തീർക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സും നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. സോ അടുത്തത് 8ാമത്തേതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. SSP, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, CMP എന്ന് പറയാം. സോ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. സോ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ബ്രവൈസ് ലാറ്റിസസ്. പിന്നെ റെസിപ്രോക്കൽ ലാറ്റിസ്, ഇതിനകത്ത് നിങ്ങൾക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ആ ഭാഗത്ത് കൂടുതൽ വായന ആവശ്യമാണ്. അപ്പോൾ ഈ അത്രയും നേരം പഠിച്ച പേപ്പറുകളിൽ നിന്ന് കൂടുതൽ വായന ആവശ്യമുള്ളത് ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലാണ്. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ട്രിക്കി ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി കൂടുതൽ വായിക്കുക കേട്ടോ. സോ ബ്രവൈസ് ലാറ്റിസസ് ആയി. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഫോണോൺസ്, പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് വൈബ്രേഷൻ ഓഫ് ലാറ്റിസ്.
വൈബ്രേഷൻ ഓഫ് ലാറ്റിസ്, അവിടെ ഫോണോൺസ്, അതിൻ്റെ ആ ഭാഗങ്ങൾ ഫോണോണൊക്കെ എന്താണ് എങ്ങനെയാണൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റാണ്, ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റാണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് പഠിക്കുക. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് പഠിക്കുമ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഡ്രൂട്ട് മോഡൽ മുതൽ നിങ്ങൾ തുടങ്ങുക. ഡ്രൂഡ് മോഡൽ, പിന്നെ ഡ്രൂട്ട് മോഡൽ, പിന്നെ ഐൻസ്റ്റീൻ മോഡൽ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ മുമ്പിലത്തെ തവണ സെറ്റ് പരീക്ഷയ്ക്ക് ഇതൊക്കെ കൃത്യം ചോദിച്ചിരുന്നു, എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഡ്യൂലോങ് ആൻഡ് പെറ്റിറ്റ്സ് മോഡൽ, ഡ്യൂലോങ് ആൻഡ് പെറ്റിറ്റ്സ് ലോ, ഡ്യൂലോങ് ആൻഡ് പെറ്റിറ്റ്സ് ലോ, അതൊക്കെ ഈ സ്പെസിഫിക് ഹീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓരോ ഗ്രാഫുകൾ ഏത് മോഡൽ ഏത് എൻഡിലാണ്, ലോ ടെമ്പറേച്ചറിലാണോ ഹൈ ടെമ്പറേച്ചറിലാണോ കൂടുതൽ എഫക്റ്റീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. നന്നായിട്ട് അത് യൂസ്ഫുൾ ആകും കേട്ടോ. പിന്നെ അഞ്ചാമതായിട്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ബാൻഡ് തിയറിയാണ്. ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ്, ബാൻഡ് തിയറി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ടത് മാഗ്നറ്റിസമാണ്. മാഗ്നറ്റിസം, അതിനകത്ത് ഡയാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിക് ബിഹേവിയർ, പാരാമാഗ്നറ്റിക് ബിഹേവിയർ, ഫെറോമാഗ്നറ്റിക് ബിഹേവിയർ, അത് അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഏഴാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി, അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി പഠിക്കുക. എന്താ ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻസ് എന്താണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, ആ ഭാഗങ്ങളൊക്കെ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 5 ദിവസം എടുത്തു സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, വായിക്കാൻ കൂടെ ചെയ്യേണ്ടതല്ല, 5 ദിവസം എടുത്തു. ധാരാളമായിട്ട് നിങ്ങൾ പഠിച്ചു, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റും. ഇതിനകത്ത് ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് വരുന്ന ഒട്ടുമുക്കാൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? നെക്സ്റ്റ് 9ാമതായിട്ട് നമുക്ക് വരുന്നത് ഇനി ഇലക്ട്രോണിക്സ് ആണ്. ലാസ്റ്റ് വൺ, ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളാണ്. ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ഫെറ്റ്, അപ്പം ഫെറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇലക്ട്രോണിക്സിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ കേട്ടോ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ ഡയോഡിൽ നിന്നാണ് അല്ലേ. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിന്ന് തന്നെ നമ്മൾ തുറക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കുക. ക്ലിയർ? സോ പിന്നെ വരേണ്ടതാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. Transistor as an amplifier, transistor as an oscillator, അതൊന്ന് നോക്കുക കേട്ടോ. അപ്പം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഓസിലേറ്റർ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്, അത് അധികം ആകുകയല്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സാണ്. 3ാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ അതിനകത്തുനിന്ന് ഒന്നും കളയരുത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് മുഴുവൻ പഠിച്ചോണം. ഫിൽറ്ററുകൾ, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കിക്കണം. ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ആ ഫിൽറ്ററുകളെല്ലാം പഠിക്കുക. പിന്നെ ബാക്കി അതിൻ്റെ ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, അതിൻ്റെ ബാക്കി ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനകത്ത് നിങ്ങൾ 4ാമതായിട്ട് നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, പിന്നെ D2A കൺവെർട്ടർ, A to D കൺവെർട്ടർ, ഇത്രയും കാര്യങ്ങളും കൂടി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോണിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിനോട് കൂടുതൽ കമ്പമുള്ള ആൾക്കാരാണ് എങ്കിൽ
മൈക്രോ പ്രോസസ്സർ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ്. മൈക്രോ പ്രോസസ്സർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ബസ് സ്ട്രക്ചർ, ജസ്റ്റ് അതിൻ്റെ ഒരു പ്രോഗ്രാമിങ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമിങ്, എന്തൊക്കെയാണ് കമാൻഡുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. അപ്പം ഇലക്ട്രോണിക്സിൽ കൂടുതൽ കമ്പമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇത്രയൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സും കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റും. ഇപ്പം 31 ഒരു കൂടിപ്പോയാൽ ഒരു വേണമെങ്കിൽ 4 ദിവസം എടുത്തു, ഒരു 35 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സിലബസ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായി. ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് 35 ദിവസം കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റിവിഷൻ, മോഡൽ എക്സാമുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, ലൈവ് ക്ലാസ്സുകൾ, ഇതൊക്കെ വരുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിൽ ഐസിങ് വെച്ചു, ഐസിങ്ങിൻ്റെ മുകളിൽ ചെറി വെച്ചു എന്ന് പറഞ്ഞ പോലെ ആവും. പിന്നെ റിസൾട്ടും കൂടെ വരുമ്പം മധുരം, സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇത്രയാണ് നമുക്ക് ഈ സിലബസ് നിങ്ങളുടേതാക്കി കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ 60 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കോഴ്സ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ടു സീ യു സൂൺ. താങ്ക് യു.